വെൽക്കം ടു റെസിപ്പി ടൈൽസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ് ഗ്രീൻ പീസ് സ്റ്റൂ. ഇവിടെ പ്രഷർ കുക്കറിലാണ് ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. അതിനായി കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 ഇഞ്ച് നീളമുള്ള കറുകപ്പട്ട, 2 ഏലക്ക, ഗ്രാമ്പൂ 4 ഇതെല്ലാം ചേർത്ത് 15 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം ഇഞ്ചി 1 ഇഞ്ച് നീളമുള്ളതും വെളുത്തുള്ളി 5 അല്ലിയും ചതച്ചെടുത്ത് 10 സെക്കൻഡ് വഴറ്റിയ ശേഷം ഒരു വലിയ സവോള ക്യൂബായി അരിഞ്ഞത് ഒന്ന് വാടുന്നത് വരെ വഴറ്റുക. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റുക. അതിനുശേഷം ബാക്കി വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ക്യൂബായിട്ട് കട്ട് ചെയ്തത്, കോളിഫ്ലവർ 1/4 കപ്പ്, ബീൻസ് 1/4 കപ്പ്, പച്ചമുളക് 3, ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർക്കാം. എല്ലാ വെജിറ്റബിൾസും കൂടി ഒരു 3-4 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം തലേ ദിവസം ഏകദേശം 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസ് 1/2 കപ്പ് ആഡ് ചെയ്ത് 3-4 മിനിറ്റ് വഴറ്റുക. പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. രണ്ട് കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് 3 വിസിൽ അടുപ്പിക്കുക. വെജിറ്റബിൾസ് വേകുന്ന സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇവിടെ നമ്മൾ തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത്, തേങ്ങ അരച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. അരപ്പിനായി തേങ്ങ ചിരകിയത് 1/2 കപ്പ്, കാഷ്യൂ കശുവണ്ടി 10 എണ്ണം, പെരുംജീരകം 1 ടീസ്പൂൺ, 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഗ്രീൻ പീസ് വേകുന്ന സമയം കൊണ്ട് നമ്മൾ ഇടിയപ്പം കൂടി തയ്യാറാക്കുകയാണ്. കുക്കറിലെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ജാറിലെ അരപ്പെല്ലാം കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രീൻ പീസ് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില 2 തണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് കുറവായതിനാൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/4 കപ്പ് മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി വെക്കണം. കറിയുടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഗ്രീൻ പീസ് കറി. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബ്രദറിൻ്റെ ഓഫീസിൽ പോകാൻ സമയമായി. അപ്പോൾ അവനാണ് ആദ്യം കറി ടേസ്റ്റ് ചെയ്തത്.